തേങ്ങയും പുളിയും ചേർത്ത ഒരു നല്ല ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു ഇടത്തരം 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചിരണ്ടി എടുക്കണം. തേങ്ങ ചിരണ്ടിയത് നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. ഇത് നല്ലൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുക്കണം. ഈ തേങ്ങയുടെ കൂടെ ഞാനൊരു 2 കപ്പ് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. കറിവേപ്പില നല്ലവണ്ണം കഴുകിയെടുക്കണം. മഴക്കാലം ആയാലും അതിനകത്ത് ഒരുപാട് അഴുക്ക് കാണും. ഇത് ഇവിടുത്തെ വീട്ടിലെ തന്നെ കറിവേപ്പില ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ലോണം വെള്ളത്തിൽ ഇട്ട് വെച്ച് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഉപ്പ്, എണ്ണ, ഞാൻ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല. ഈ ഒരുപാട് എണ്ണ ഇല്ലാത്ത തേങ്ങയാണെങ്കിൽ മാത്രം 2 സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിലിപ്പോൾ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. ഏകദേശം ഒരു 20-25 മിനിറ്റോളം വേണ്ടി വരും ഇത് വറുത്തെടുക്കുവാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ തീ തീരെ കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഒരുപാട് കരിഞ്ഞു പോകും. ശ്രദ്ധിച്ച് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അതുപോലെ തന്നെ തീ അണച്ച് കഴിഞ്ഞാലും 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിലെ തേങ്ങ കരിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ലോണം മൂത്ത് കഴിഞ്ഞു. ഇനി തീ അണച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാം. കുറച്ച് ഉഴുന്നും മുളകും എല്ലാം കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഞാൻ ഞെട്ട് കളഞ്ഞാണ് 20 എണ്ണം ചേർത്തൊന്ന് ഇളക്കുകയാണ്. മുളകൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന്, വലിയ ഉഴുന്ന് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ തുവരപ്പരിപ്പ്, ഇതൊരു സ്വാദിന് വേണ്ടി ചേർക്കുന്നതാണ്. 1 സ്പൂൺ പച്ചരി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് ചേർക്കുകയാണ്. കുരുമുളക് നമ്മൾ ആദ്യം തന്നെ ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് കായപ്പൊടി, നമ്മൾ മറ്റേത് ദോശപ്പൊടിക്കൊക്കെ ചേർക്കുന്ന അത്രയും കായപ്പൊടി ഇതിന് ആവശ്യമില്ല. കുറച്ച് കായപ്പൊടി ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ വേറെ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചിലർ തേങ്ങ മാത്രമായിട്ട് ചമ്മന്തിപ്പൊടി ഇടിക്കുമ്പോൾ അതിനകത്ത് ചുവന്നുള്ളി ചേർക്കും. ഇതിപ്പം ഞാൻ അങ്ങനെയും ചുവന്നുള്ളിയും ചേർത്തിട്ടില്ല. ഇതിപ്പം വറുത്ത് ഇനി ഇതും തണുപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് വറുത്ത് വെച്ചതും ഉഴുന്ന് വറുത്തതും എല്ലാം തണുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് പൊടിച്ചെടുക്കുകയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്താൽ അത് അവിടെ ഇവിടെ ആയിപ്പോകും. അതുകൊണ്ട് 2ലും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉഴുന്നും മുളകും ചേർത്തത് ആദ്യം പൊടിച്ചെടുക്കാം. മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഉഴുന്നും മുളകും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് നൈസായിട്ട് പൊടിയേണ്ട, ഒരുവിധം തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇത്രയും ഒരു 50 ഗ്രാമോളം വാളംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പണ്ടത്തെ കണക്കാണെങ്കിൽ ഇടിച്ചെടുക്കാം. അപ്പം നമുക്ക് മിക്സിയിലായതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് പൊടിച്ചതും ഈ പുളിയും കൂടെ ചേർത്താണ് ഇനി 2-3 തവണയായിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പം ഇതിലേക്ക് ഞാൻ ഈ ആദ്യം ഉഴുന്ന് പൊടിച്ചത് ഒരു 2 തവി, അതുപോലെ തന്നെ തേങ്ങ ഒരു 4 സ്പൂൺ,
നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഒരു കണക്കനുസരിച്ച്, ഇതിപ്പോൾ ഒരുവിധം വലിയ ജാറാണ്, അപ്പോൾ അതിലേക്കൊരു 4 സ്പൂൺ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ഞാൻ പുളി ചേർക്കണം. അപ്പം നമ്മൾ 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ട് ഈ പുളി എത്ര വേണം നമുക്കനുസരിച്ചുള്ള പുളിയുടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും പുളിയാണ് ആദ്യം ചേർത്തത്. ഞാനപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരും. നല്ല എണ്ണമയമുള്ള തേങ്ങയാണ് കുറച്ചുകൂടെ എന്താ പറയുക ഓയിലി ആയിട്ടിരിക്കും. ഇത് നമ്മൾ ഉഴുന്നുപൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഇതിലേക്ക് മാറ്റുകയാണ്. ഞാനൊരു 3 പ്രാവശ്യം കൊണ്ട് ഇത് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉരലിലൊക്കെ ഇടിക്കുവാണെങ്കിൽ ഇടിച്ച് നല്ലോണം ചേർത്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സിയിലായതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതപ്പോൾ നമ്മൾ 2 തവണ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പുളിയുടെയൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടത്ര പുളി ചേർത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഉപ്പ്. ഇപ്പം ഞാൻ 2ാമത്തെ തവണ പൊടിച്ചപ്പോൾ അത് നോക്കി കുഴപ്പമില്ല, നല്ല കറക്റ്റാണ്, ഉപ്പല്ല. ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പും മുളകും എല്ലാം നോക്കി. അപ്പം നമ്മൾ 20 മുളകാണ് ചേർത്തത് ഇതിന്, വറ്റൽ മുളക്. നല്ല കറക്റ്റായിട്ടുണ്ട്.